ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന് CR മഹേഷ് MLA. കരുനാഗപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് MLA ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ചവറയിലെ അപകടകരമായ ടവർ പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. മിനി സിവിൽ സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന് CR മഹേഷ് MLA താലൂക്ക് വികസന സമിതി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. ദേശീയപാത ചവറ മുതൽ ഇടപ്പള്ളിക്കോട്ട വരെ പല ഭാഗത്തും ടാറിംഗ് നടത്താതെ മെറ്റലും കല്ലും ഇട്ടതിനാൽ പൊടിശല്യം മൂലം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നിരവധി തവണ ഈ വിഷയം വിശ്വസമുദ്രയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നും യോഗം കുറ്റപ്പെടുത്തി. രാവിലെ ഒന്ന് വന്നിട്ട് പോവാം, പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലെന്നാണ് അവിടുത്തെ ജോലിക്കാരെന്നുണ്ടെങ്കിൽ നമുക്ക് മൊട്ടറാനോ ഇതനുസരിച്ച് ഈ കഴിഞ്ഞ താലൂക്ക് സഭയിൽ ഉണ്ടായ തീരുമാനം അനുസരിച്ചിട്ട് റോഡ് സേഫ്റ്റി ഓഫീസർ ഇവരുടെ സേഫ്റ്റി ഓഫീസർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം അവർ തന്നെ നിശ്ചിതമായിരിക്കും. ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും കൊടുക്കും. കരുനാഗപ്പള്ളി നഗരസഭ 34-ാം ഡിവിഷനിൽ പൊതുജനങ്ങൾ റോഡായി ഉപയോഗിക്കുന്ന സ്ഥലം സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ടവറ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് അപകടകരമായി നിൽക്കുന്ന ടവർ പൊളിച്ചു നീക്കുന്നതിന് നോട്ടീസ് നൽകിയെങ്കിലും നാളിതുവരെ പഞ്ചായത്ത് ഇത് പൊളിച്ചു നീക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടില്ല. അടിയന്തരമായി ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. ദേശീയപാത പുറമ്പോക്ക് സ്ഥലം ചവറ പഞ്ചായത്തിന് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. സിവിൽ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിൽ കിഴക്കുവശം ചെളിയായി കിടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്ക് ഓഫീസിലേക്ക് വരുന്നതിന് നാഷണൽ ഹൈവേയുടെ നിർമ്മാണം വൈകുന്നത് മൂലം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും അതോടൊപ്പം സിവിൽ സ്റ്റേഷൻ മെയിന്റനൻസ് ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്നും സിവിൽ സ്റ്റേഷനിൽ ലിഫ്റ്റ് സ്ഥാപിക്കണമെന്നും PWD എസ്റ്റിമേറ്റ് ഇതിനായി നൽകണമെന്നും MLA അഭിപ്രായപ്പെട്ടു. CR മഹേഷ് MLAയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. തഹസിൽദാർ ഷിബു P സ്വാഗതം പറഞ്ഞു. ഡെപ്യൂട്ടി കളക്ടർ B ജയശ്രീ, വിവിധ വകുപ്പ് മേധാവികൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.